വെയിറ്റ് കൂടിക്കിട്ടാതെ, അതായത് ഉദ്ദേശിച്ച രീതിയിൽ ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ സാധിക്കാതെ വിഷമിക്കുന്ന ഒരു പറ്റം ആളുകൾ. എന്തുകൊണ്ട് ഇവർ വെയിറ്റ് കൂടുന്നില്ല? ഇപ്പോൾ ഒരുപാട് രീതികൾ അവർ പരീക്ഷിച്ച് നോക്കുന്നുണ്ടോ, പക്ഷേ അവർക്ക് മനസ്സിലാക്കേണ്ട ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് വെയിറ്റ് കൂടാത്തതിൻ്റെ. ഏകദേശം 8ഓളം കോസസിനെ കുറിച്ച്, കാരണങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തുമ്മൽ വരാം, അലർജി, പല ഇഷ്യൂസ് വരാം, ദഹന പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായും പാല് കുടിച്ച് വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് വെൽനസ് സെൻ്ററിൽ നിന്നും വെൽനസ് കോച്ച് മുഹമ്മദ് മുസ്തഫയാണ് സംസാരിക്കുന്നത്. ഈ ഇടയായിട്ട് നാം ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലും മറ്റുമായി കണ്ടുവരുന്നുണ്ട്. അമിതമായ ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം, അമിത വണ്ണം എങ്ങനെ കുറയ്ക്കാം, പൊണ്ണത്തടി എങ്ങനെ കുറയ്ക്കാം, അതുപോലെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ എങ്ങനെ റിമൂവ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇന്ന് നിലവിൽ ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ മനപ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. അതായത് എന്ത് രീതികൾ പരീക്ഷിച്ചിട്ടും, വർഷങ്ങളായി പല മെത്തേഡ്സുകൾ ട്രൈ ചെയ്തിട്ടും വെയിറ്റ് കൂടിക്കിട്ടാതെ, അതായത് ഉദ്ദേശിച്ച രീതിയിൽ ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ സാധിക്കാതെ വിഷമിക്കുന്ന ഒരു പറ്റം ആളുകൾ. അതായത് അണ്ടർ വെയിറ്റിലായിരിക്കും അവരുണ്ടാവുക. മാക്സിമം നമ്മൾ പറയുന്നത് 19ൻ്റെയും 23ൻ്റെയും ഇടയിൽ ബോഡി മാസ് ഇൻഡെക്സുള്ള ആളുകളാണ് കറക്റ്റ് ഐഡിയൽ ഷേപ്പും സ്ട്രക്ചറും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാൾ താഴെ 18.5 താഴേക്ക് വരുന്ന ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള ആളുകൾ, അണ്ടർ വെയിറ്റ് ഉള്ള ആളുകൾ ഐഡിയൽ വെയിറ്റ് എത്താൻ വേണ്ടി പല രീതികളും പരീക്ഷിച്ച് പരാജയപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നിലവിൽ ഞാനിവിടെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് 8ഓളം കാരണങ്ങൾ എന്തുകൊണ്ട് ഇവർ വെയിറ്റ് കൂടുന്നില്ല. ഇപ്പോൾ ഒരുപാട് രീതികൾ അവർ പരീക്ഷിച്ച് നോക്കുന്നുണ്ടോ, പക്ഷേ അവർക്ക് മനസ്സിലാക്കേണ്ട ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് വെയിറ്റ് കൂടാത്തതിൻ്റെ. അപ്പോൾ ആദ്യം നാം ഈ 8ഓളം കോസസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തുക. അതായത് ഈ ഏതെങ്കിലും ഒരു കണ്ടീഷനിലാണോ ഞാൻ വരുന്നുണ്ടാവുക എന്ന് നോക്കി അത് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരീരഭാരം കൂടാത്തതിൻ്റെ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ശരീരഭാരം എന്തുകൊണ്ട് അവർക്ക് വെയിറ്റ് ഉദ്ദേശിച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല? നമ്പർ 1 ജെനറ്റിക്സ് ആണ്, പാരമ്പര്യമായിട്ട്. അതായത് പാരൻസിനൊന്നും, അല്ലെങ്കിൽ 2 തലമുറ 3 തലമുറ ഒക്കെ പാരൻസിൽ അവർക്കൊന്നും വെയിറ്റ് ഇല്ല, അവർക്ക് അണ്ടർ വെയിറ്റ് ഉള്ള ആളുകളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇനി രണ്ടാമത് പറയുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു അവസ്ഥ ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 1 മില്യൺ 10 ലക്ഷത്തോളം കേസുകൾ എല്ലാ വർഷവും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാം പാല് കുടിക്കുന്ന സമയത്ത് ഈ പാലിലും പാലുൽപ്പന്നങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഷുഗർ ഉണ്ട്, അതാണ് ലാക്ടോസ് എന്ന് പറയും. ഇത് ചില ആളുകളുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്, അതായത് ലാക്ടേസ് എന്ന് പറയും. ഇത് മിക്ക ആളുകളിലും കുട്ടിക്കാലം കഴിയുന്നതോടുകൂടി അവരുടെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഒരിക്കലും പാല് കുടിച്ചത് കൊണ്ട് ഇവർക്ക് വെയിറ്റ് കൂടുന്നുണ്ടാവില്ല. അപ്പോൾ സ്വയം ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനാണ്. പാല് കുടിക്കുന്ന ആളുകൾ, ചില ആളുകൾക്ക് പാലുമായിട്ട് വളരെ സെൻസിറ്റീവായ ആളുകളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ തുമ്മൽ വരാം, അലർജി, പല ഇഷ്യൂസ് വരാം, ദഹന പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായും പാല് കുടിച്ച് വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് വരുന്നുണ്ടാവുക മൂന്നാമത്തെ കോസായിട്ട് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയും. ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. അതായത് ചില ഭക്ഷണങ്ങളിൽ, ഗോതമ്പിൽ, അതുപോലെ ബാർലി തുടങ്ങിയ ചില ധാന്യങ്ങളിൽ കണ്ടുവരുന്ന ഈ ഒരു ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആളുകൾ, അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അബ്ഡോമിനൽ പെയിന്, ക്രാമ്പിങ്സ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. സ്വാഭാവികമായിട്ടും അവർക്ക് അത്തരം ഭക്ഷണങ്ങൾ കഴിച്ച്, അതല്ലെങ്കിൽ കൂടുതൽ മീൽസ് കഴിക്കുന്ന സമയത്ത് ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് വെയിറ്റ് കൂടാൻ സാധിക്കാത്തൊരു കണ്ടീഷൻസ് വരും. അപ്പോൾ ഇത് മൂർച്ഛിച്ച അവസ്ഥ, സീലിയാക് ഡിസീസ് പോലുള്ള വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിലേക്ക് പോകുന്ന ഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് മറ്റൊരു കോഴ്സാണ് IBDയും അതുപോലെ IBSഉം, ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം, അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസ് എന്ന് പറയുന്ന 2 കണ്ടീഷൻസ്. ഇത് പറയുമ്പോൾ ഈ IBSൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട്, സിംറ്റംസ് ആയി നമ്മൾ ബോഡി തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് അബ്ഡോമിനൽ പെയിന് വല്ലാതെ വരുന്നുണ്ടാവും, അതുപോലെ ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ പോലെ ഇഷ്യൂസ് വരും. അപ്പോൾ അവർക്ക് ഈറ്റിംഗ് ഹാബിറ്റ്സ് പൊതുവെ കുറവായിരിക്കും. അവർ വളരെ കുറഞ്ഞ രീതിയിലേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വെയിറ്റ് കൂടാൻ ഒരിക്കലും സാധിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് IBD, ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസ്. ഇതിലുള്ള ആളുകൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ ഡെയിലി 3 ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് ഒക്കെ അവർ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ബോവൽ മൂവ്മെൻറ്റ്സ്, അവർ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളിലും വെയിറ്റ് കൂടുതൽ ഒത്തിരി പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നീട് വരുന്നുണ്ടാവുക അടുത്ത കോഴ്സായിട്ട്, 4ാമത്തെ കോഴ്സായിട്ട് നാം കണക്കാക്കുന്നത് തൈറോയിഡാണ്. തൈറോയിഡിൽ പറയുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം, അതായത് ഓവറായിട്ട് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ബോഡി ക്രിയേറ്റ് ചെയ്യുക.
അതുമൂലം മാക്സിമം കലോറി ശരീരം ബേൺ ചെയ്ത് പോകുന്ന അവസ്ഥ. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും ഇവർക്ക് എന്ത് ചെയ്യില്ല, വെയിറ്റ് കൂടാൻ വളരെ പ്രയാസകരമായി ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശരീരഭാരം കൂടാതിരിക്കുന്നതിൻ്റെ ഏഴാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ട്യൂബർകുലോസിസ് അഥവാ TB ആണ്, ക്ഷയരോഗം. ഇതുള്ള ആളുകൾക്കും ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ IBDയിലും IBSലൊക്കെ പറഞ്ഞ ആ ഒരു കണ്ടീഷൻസ് തന്നെയാണ് ഇവരും അനുഭവിക്കുന്നുണ്ടാവുക. വിശപ്പില്ലായ്മ, അതുപോലെ വയറിൽ വല്ലാത്തൊരു വേദനിക്കുന്ന അവസ്ഥ. സ്വാഭാവികമായിട്ടും ഇവർക്കും താല്പര്യത്തോടു കൂടി മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇവരും ഈ ഒരു അണ്ടർ വെയ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ, വെയിറ്റ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ മറ്റൊരു കാരണം തന്നെയാണ്. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് അണ്ടർ ന്യൂട്രീഷനും അതുപോലെ മാൽ ന്യൂട്രീഷനുമാണ്. ഇന്ന് പൊതുവേ സമൂഹത്തിൽ ലോകത്ത് തന്നെ കണ്ടുവരുന്ന രണ്ട് അവസ്ഥയാണ് ഇത് രണ്ടും, മാൽ ന്യൂട്രീഷനും അണ്ടർ ന്യൂട്രീഷനും. അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ ആളുകൾക്ക്, ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാൻ പറ്റാത്ത ആളുകൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തീരെ കിട്ടാതിരിക്കുക, ശുദ്ധജലം തീരെ കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ ജീവിക്കുക. ഇതൊക്കെ കൂടുതലും ദരിദ്ര രാഷ്ട്രങ്ങളിലൊക്കെയാണ് നാം കാണുന്നത്. ഇപ്പോൾ ചില ഫോട്ടോസൊക്കെ സൊമാലിയ പോലുള്ള കൺട്രീസിൽ നിന്നൊക്കെ ചില ഫോട്ടോസ് നമുക്കിടയിലൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുമ്പോൾ അറിയാറുണ്ട്, വാരിയിലെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥ. ഇവരൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ മോശപ്പെട്ട ഹൈജീനുള്ള അവസ്ഥയിൽ അവർ ജീവിച്ച് ശുദ്ധജലം കുടിക്കാതെ, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാതെ, അങ്ങനെയാണ് ആ ഒരു കണ്ടീഷൻസ് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കുറേ കൂടെ വിരളമാണ്. അതേസമയം മാൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്തൊക്കെയോ വാരി വലിച്ച് തിന്നുന്ന അവസ്ഥ. പക്ഷേ ബോഡിക്ക് ആവശ്യമായ കറക്റ്റ് അളവിലുള്ള വൈറ്റമിൻസ്, അതുപോലെ മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ ഇതൊന്നും കിട്ടാതെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ന്യൂട്രിയൻസ് ഡെൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടാത്ത ഒരവസ്ഥ സംജാതമാവുകയും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം ഇവർക്ക് വെയിറ്റ് കൂടാൻ പറ്റാത്ത ഒരവസ്ഥയും നാം കാണാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഏകദേശം 8ഓളം കോസസുകൾ, കാരണങ്ങളാണ്, വെയിറ്റ് കൂടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ അവസ്ഥകളൊക്കെ നിങ്ങൾ സ്വയം പരിശോധിച്ച്, ചില അവസ്ഥകൾ ക്യൂറബിൾ ആണ്, നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോയി വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധന നടത്തി നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. കുറേയൊക്കെ സെൽഫ് ഡയഗ്നോസിബിൾ ആണ്, നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്തി ഇതിൻ്റെ പരിഹാരം നോക്കാം. ചിലത് തീരെ പരിഹരിക്കപ്പെടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി നിങ്ങൾക്കത് പ്രത്യേകം നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട്, ആരോഗ്യകരമായ രീതിയിൽ നമ്മളെ മസിൽസ് എല്ലാം സ്ട്രക്ചേർഡായി നല്ല ഐഡിയൽ വെയിറ്റ് നേടാൻ വേണ്ടി, കാഴ്ചയിലെല്ലാം വളരെ സ്മാർട്ടായി നല്ല ഭംഗിയായി വെയിറ്റ് കൂടാൻ ഉപകാരപ്പെടുന്ന കുറച്ച് 8ഓളം ടിപ്സുകൾ, 8ഓളം കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 8ഓളം ടിപ്സുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ നമ്പർ 1 ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഈറ്റ് ഇനഫ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് നല്ല കാർബ്സ് നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടും നാം കഴിക്കേണ്ടത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇതിൽ വരുന്നുണ്ടാവും നല്ല ഏത്തപ്പഴം കഴിക്കാം, നല്ല നേന്ത്രപ്പഴം, ഏത്തപ്പഴം കഴിക്കാം. അതുപോലെ തന്നെ ഓട്സ് നല്ല ഒരു സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ നല്ല തവിടുള്ള ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഓട്സ് നിങ്ങൾ കഴിക്കാവുന്നതാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്വാണ്ടിറ്റി മാക്സിമം കൂട്ടുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് കൺസ്യൂം സഫിഷ്യൻറ്റ് പ്രോട്ടീൻസ് എന്നുള്ളതാണ്. പ്രോട്ടീൻ മാക്സിമം നിങ്ങളുടെ ബോഡിയിലേക്ക് ആവശ്യമാണ്. ഈ ഒരു വെയിറ്റ് ഗെയിൻ പ്രോസസ്സിൽ പ്രോട്ടീൻ എത്രമാത്രം ആവശ്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ചുവര്, ഒരു വാളിനെ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ സങ്കല്പിക്കുക. അതിന് എത്രമാത്രം സിമെൻറ്റ് സ്ട്രെങ്തൻ കൊടുക്കുന്നുണ്ടോ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളുടെ ബോഡിയിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ എവിടെ നിന്ന് ലഭിക്കും? വെജിറ്റേറിയൻ സോഴ്സസ് ഉണ്ട്, നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ഒക്കെ ഇതിന് വേണ്ടിയുണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന, പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഒരുപാട് ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ലെൻറ്റിൽസ്, സോയാ ചങ്ക്സ്, അതുപോലെ ഈ ലെൻറ്റിൽസ് തന്നെ പറയുകയാണെങ്കിൽ മുതിര, വമ്പയർ, ചെറുപയർ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണ്, നിങ്ങൾ നോൺ വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മത്സ്യം, മുട്ട, അതുപോലെ പാല്, റെഡ് മീറ്റ്, ഇങ്ങനെ ഒരുപാട് സോഴ്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പ്രിഫർ ചെയ്യുക, ആ ഒരു ഭക്ഷണം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നാലാമതായി പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് ഈറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഫാറ്റ്സ്, നമ്മളെല്ലാ ഫാറ്റ്സിനെയും ഒറ്റയടിക്ക് പുറന്തള്ളാൻ പാടില്ല. നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള ഫാറ്റ്സും ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെയിനൊക്കെ ഏകദേശം 70% ഫാറ്റ്സ് ആണ്. അപ്പോൾ നാം ആവശ്യമുള്ള കൊഴുപ്പിന് ശരീരത്തിന് കൊടുക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റിനെ നമുക്ക് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെറ്റർ സോഴ്സ് എന്ന് പറയുന്നത് ഒലീവ് ഓയിൽ, അതുപോലെ കപ്പലണ്ടി. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഏകദേശം 100 ഗ്രാംസ് കപ്പലണ്ടി കഴിക്കുമ്പോൾ ഏകദേശം 600ഓളം കലോറി നിങ്ങളുടെ ശരീരത്തിന് കിട്ടും. അതോടൊപ്പം തന്നെ 26 ഗ്രാംസ് പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആവോക്കാഡോ, എഗ്ഗ്, അപ്പോൾ ഇതൊക്കെ നല്ല ഒരു മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ, അതല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ ഉറവിടങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്.
അഞ്ചാമത്തെ ടിപ്സായിട്ട് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈറ്റ് മോർ കാലറീസ് മാക്സിമം നാം ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതായത് ഇപ്പോൾ 1500 കാലറി ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവർ ഭക്ഷണത്തിൽ 200, 400, 500 എല്ലാം വെച്ചിട്ട് മാക്സിമം സ്ലോലി അവരെന്ത് ചെയ്യണം, അവരുടെ കാലറി റിക്വയർമെൻറ്റ് കൂട്ടിക്കൊണ്ടുവരണം. 1500 കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് 2000, 2500, 3000 കലോറി എന്ന റേഞ്ചിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ നാം ശ്രദ്ധിച്ച് തിരഞ്ഞ് സെലക്റ്റീവായി നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായിട്ട് ഡോണ്ട് ഡ്രിങ്ക് വൈൽ ഈറ്റിംഗ് എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ അതല്ലെങ്കിൽ മിനിമം 1 മണിക്കൂറാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള കാര്യം. 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്. വെയിറ്റ് കൂട്ടുന്ന പ്രോസസ്സിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കരുത്. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂർ മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിക്കണം നമ്മൾ പറയാറുണ്ട്. പക്ഷേ വെയിറ്റ് കൂട്ടേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. അടുത്തതായി മറ്റൊരു ടിപ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡ്രിങ്ക് മോർ ലിക്വിഡ് കാലറീസ് എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ രൂപത്തിൽ മാക്സിമം കലോറി ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഒരു ഓറഞ്ച് എടുക്കുന്ന സമയത്ത് ഏകദേശം 45 കലോറി ആയിരിക്കും. നിങ്ങളത് 4ഉം 5ഉം ഓറഞ്ചുകൾ സ്ക്വീസ് ചെയ്ത് ജ്യൂസ് ഫോർമാറ്റിലേക്ക് മാറ്റി അത് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് 300-400ഓളം കലോറീസ് നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അടുത്ത 7ാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എന്നുള്ളതാണ്. അതായത് വെയിറ്റ് കൂട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഏകദേശം ഡെയിലി ബേസിൽ 7ഓളം തവണ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക മിനിമം. അതിനേക്കാളും കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ട്, കഴിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ 7 മണിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് ഭക്ഷണം കഴിക്കാം, 1 മണിക്ക് കഴിക്കാം, 4 മണിക്ക് കഴിക്കണം, അതുപോലെ 7 o'clock, 10 o'clock. ഇതിൻ്റെ ഇടയിൽ തന്നെ ഹെൽത്തി സ്നാക്സുകളെല്ലാം കഴിച്ച് മാക്സിമം കലോറി ഇൻടേക്ക് കൂട്ടാൻ വേണ്ട സാഹചര്യങ്ങൾ ബോഡിക്ക് ഒരുക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാൻ സാധിക്കുന്നുണ്ടാവും. ഇനി അവസാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ലീപ്പ് 7 to 8 hours എന്നുള്ളതാണ്. സൗണ്ട് സ്ലീപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിന് ഗാഢ നിദ്ര കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ആ ഒരു സമയത്താണ് നമ്മളെ ബോഡിയിൽ സെൽസുകൾ റിപ്പയർ ചെയ്യുന്നത്, പുതിയ സെൽസുകൾ ഫോം ചെയ്യുന്നത്, നമ്മുടെ അസുഖത്തിൽ നമ്മളെ ചെറുക്കുന്നത്, പ്രതിരോധശേഷി കൂട്ടുന്നത്. നാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ ടിപ്സുകളെല്ലാം ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഇതെല്ലാം ശരീരം അബ്സോർബ് ചെയ്തെടുക്കുന്നതും ശരീരം വേണ്ട രീതിയിൽ അത് ശരീരത്തിൻ്റെ എല്ലാ പ്രോസസ്സിലും അതിനെ വിനിയോഗിക്കുന്നതെല്ലാം തന്നെ നമുക്ക് ശാന്തമായ നല്ല നിദ്ര കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് കൂടാതിരിക്കുന്നതിൻ്റെ 8ഓളം കാരണങ്ങൾ നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂട്ടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 8ഓളം ടിപ്സുകളും നാം സംസാരിച്ച് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ അതിലേക്ക് ഈ മൈൻഡ്ഫുള്ളി എന്ന് പറയാറുണ്ട്, ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് വളരെയധികം ശ്രദ്ധാപൂർവം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക. ചില ആളുകൾ വെയിറ്റ് കുറഞ്ഞ ആളുകൾ സ്മെല്ല് നോക്കി ഭക്ഷണം കഴിക്കാറുണ്ട്. ഇത്തരം റോങ് ആയിട്ടുള്ള രീതികളെല്ലാം മാറ്റി നിർത്തി ആസ്വദിച്ച് നാം ഭക്ഷണം കഴിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത്ഭുതകരമായ മാറ്റം നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെൽനസ് കോച്ചിൻ്റെ സഹായത്തോടു കൂടെ അവരുടെ മെൻറ്ററിങ്, അതുപോലെ കൃത്യമായ പരിചരണം ഇത് ലഭിക്കുക വഴി ഒരുപാട് പേർക്ക് 1 മാസം കൊണ്ട് തന്നെ 5ഉം 6ഉം കിലോഗ്രാം വളരെ ഹെൽത്തി ആയിട്ട് സ്മാർട്ടായിട്ട് കൂട്ടാൻ ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 8ഓളം വെയിറ്റ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കൂടാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതുപോലെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഓൾറെഡി സംസാരിച്ചിട്ടുള്ള ഈ ടിപ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ഒരു ഐഡിയൽ വെയിറ്റ്, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ വെയിറ്റ് എത്തിപ്പിടിക്കാൻ, അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി ഇനിയൊരു അവസരത്തിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.